ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസിയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാനിങ്ങനെ കണ്ടന്റ് തപ്പി നടക്കുമായിരുന്നു. കാരണം ഞാനിപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും ഞാനിപ്പോൾ വീട്ടിലാണ് ഉള്ളത്. അപ്പം എനിക്ക് ഇവിടെ കുറച്ച് കണ്ടന്റിന് ക്ഷാമമുണ്ട്. അവിടെയാണെങ്കിലും കണ്ടന്റിന് ക്ഷാമമാണ്. പിന്നെ നെക്സ്റ്റ് മന്ത് എക്സാം ആയതുകൊണ്ട് എനിക്കിപ്പോൾ വീട്ടിൽ നിന്നിടാൻ പറ്റുന്ന വീഡിയോസൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഫോൺ സബ്മിറ്റഡ് ഒക്കെ ആയിരിക്കും. അവിടെ ഉള്ള കുട്ടികളുടെ ഫോണൊക്കെ ഓൾറെഡി സബ്മിറ്റ് ആയിട്ടുണ്ട്. സീനിയേഴ്സിനൊക്കെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫോണ്. സോ അതൊരു ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് എങ്കിലും എത്ര വീഡിയോ ഇടാൻ പറ്റുമോ അത്രയും വീഡിയോ എങ്കിലും എനിക്ക് ഇടാമല്ലോ എന്ന് വിചാരിച്ചു. ഒരു 500 എങ്കിലും എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് 500 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആക്കാൻ പറ്റേ ഓക്കെ അല്ലേ. പിന്നെ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. മെയിൻ പ്രശ്നം സൈലൻസ് എന്ന് പറയുന്നൊരു സംഭവം എൻ്റെ വീട്ടിലില്ല. എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലപ്പായിരിക്കും. സോ ഇന്നത്തെ ഞാൻ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഞാൻ കണ്ടന്റ് തപ്പി നടന്നപ്പോൾ ഞാൻ നഴ്സിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ യൂട്യൂബിലൊക്കെ കൂടുതലും സെർച്ച് ചെയ്ത കാര്യമായിരുന്നു നഴ്സിംഗ് എസെൻഷ്യൽസ്. എന്തൊക്കെ നമ്മളവിടെ പോകുമ്പോൾ എന്തൊക്കെ തിങ്സ് നമ്മൾ ക്യാരി ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരുപാട് ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയത്തില്ല, നമ്മൾ ഫസ്റ്റ് ലൈഫ് എൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. അതും കേരളം വിട്ടൊരു സൈഡിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്തായാലും നമ്മൾ നോക്കണം. പിന്നെ ഞാൻ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. സോ ഞാൻ അവിടെ പോയി ആദ്യ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കരച്ചിലും വിളിയും, ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കരച്ചിലും വിളിയൊക്കെ കേട്ടോ. സോ ഞാൻ പറഞ്ഞത് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നഴ്സിംഗ് എസെൻഷ്യലാണ്. എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ തിങ്സ് നമ്മൾ ക്യാരി ചെയ്യണം എന്നുള്ളത് എനിക്കറിയാവുന്ന കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കാണുന്ന വേറെ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ കോളേജിൻ്റെ അനുസരിച്ചിരിക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ കോളേജിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ടും അവരുടെ ടെക്സ്റ്റ് ബുക്ക്സ് തന്നെ വാങ്ങിക്കണമെന്നുണ്ട്. അപ്പം ചില കോളേജസിലൊന്നും അങ്ങനെ ഒരു റൂള് കാണത്തില്ല. ഏതെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നമ്മുടെ കസിൻസിൻ്റെതോ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരുടെങ്കിലുമൊക്കെ നേരത്തെ പഠിച്ചവരുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ക്യാരി ചെയ്യണം. പക്ഷെ അത് തിരക്കിയിട്ട് കൊണ്ടുവന്ന്, കാരണം നല്ല വലിയ ടെക്സ്റ്റൊക്കെ അല്ലേ. അപ്പോൾ ഇത് ഇവിടെ താങ്ങി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുന്നത് കമ്പൽസറി ആണെന്ന് പറയുമ്പോൾ ഈ ബുക്ക് നമുക്ക് വേസ്റ്റ് ആവും. സോ അന്വേഷിച്ചിട്ട് ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ. പിന്നെ ഉള്ളത് നോട്ട്ബുക്സ് ആണ്. നോട്ട്ബുക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, സോഷ്യോളജി, സൈക്കോളജി, കമ്മ്യൂണിറ്റി, ഫൗണ്ടേഷൻ, ഇംഗ്ലീഷ്, ഇത്ര സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നോട്ട്ബുക്സ് നമ്മൾ കൊണ്ടുപോവുക. പിന്നെ എന്താ പറയുന്നത്, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, നമുക്ക് പേന, പെൻസിൽ, അങ്ങനെയുള്ള ഐറ്റംസോ കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാരി ചെയ്യുക. പേനയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു പാക്കറ്റെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകാൻ. കാരണം അത്യാവശ്യം നമുക്ക് നഴ്സിംഗ് എന്ന് പറഞ്ഞാലേ എഴുത്താണ്, ഫുള്ള് എഴുത്തായിരിക്കും. അപ്പം അസസ്മെൻറ്റ്സ്, കെയർ പ്ലാന്, കെയർ ഷീറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പേന അത്യാവശ്യം ഇപ്പം ഹോസ്റ്റലേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പേനയ്ക്ക് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പുറത്തൊന്നും വിടത്തില്ലല്ലോ. സോ അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പേനയൊക്കെ കുറച്ച് അധികം ക്യാരി ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. പിന്നെ A4 ഷീറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ ഒരു ഐറ്റമാണ്. നമുക്ക് ഇഷ്ടം പോലെ എഴുതാനുണ്ട്. എഴുത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഉള്ള എൻ്റെ അസൈൻമെൻറ്റ്സ്. അപ്പോൾ ഞാൻ പറയുകയാണ് A4 ഷീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെയിൻ ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയാൻ കേട്ടോ. കാരണം അതുപോലെ നമുക്ക് എഴുതാനുണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ ഒരു ബണ്ടിൽ A4 ഷീറ്റ്സൊക്കെ കൊണ്ടുപോകാം. 1-2 അനുസരിച്ച് കൊണ്ടുപോകാം. പിന്നെ വരുന്നത് എന്താ, അപ്പോൾ ഈ A4 ഷീറ്റ് വാങ്ങിക്കുന്ന ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ബോർഡർ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. കാരണം അവിടെ ഇപ്പം ഞങ്ങൾക്ക് മെയിൻ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാനും ടൈമില്ല, പഠിക്കാനും ടൈമില്ല. ബോർഡർ അതിനിടയിൽ നമ്മൾ ബോർഡർ ഇടുക എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ബോർഡർ ഇട്ടിട്ടൊക്കെ കൊണ്ടുപോകുന്നത് പിന്നെ യൂസ്ഫുൾ ആയിരിക്കും. സോ പിന്നെ സ്കെയിൽ നമ്മൾ ലോങ് സൈസ് സ്കെയിൽ വാങ്ങിക്കണം കേട്ടോ. കാരണം നമുക്ക് ബോർഡറൊക്കെ ഇടാൻ അതായിരിക്കും കൂടുതൽ എളുപ്പം. പിന്നെന്താ ഇത് സ്റ്റാപ്ലെയർ, നമ്മൾ അസൈൻമെൻ്റ് ഒക്കെ ചെയ്തിട്ട് പിൻ ചെയ്യാൻ വേണ്ടി സ്റ്റാപ്ലെയർ, സെല്ലോ ടേപ്പ്, അങ്ങനത്തില്ല. പിന്നെ മറ്റേ ഹോൾ പഞ്ച് ഉണ്ടല്ലോ, ഹോൾ പഞ്ചൊക്കെ വാങ്ങിക്കുക. കാരണം നമുക്ക് ഫയലൊക്കെ സബ്മിറ്റ് ചെയ്യാൻ സമയത്ത് നമുക്ക് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ തിണ്ടേണ്ടി വരും. സോ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ആർക്കെങ്കിലും ചോദിക്കണ്ടല്ലോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ കരുതുക. പിന്നെ സ്റ്റെൻസിൽ, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ലതല്ലാത്തവർ സ്റ്റെൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഓരോരുത്തർക്കെങ്കിലൊക്കെ എടുത്തിട്ട് ഫ്രണ്ട് പേജൊക്കെ എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതി തരാം. അങ്ങനെ അത്രയ്ക്കേ ഉള്ളൂ സ്കൂളിൽ. പക്ഷേ കോളേജിൽ അങ്ങനെയല്ല. ഇവിടെ നഴ്സിങ്ങിന്
ഒരു ചാക്കുണ്ട് അസൈൻമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊന്നും പോസിബിൾ അല്ല. സോ അതുകൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ലതല്ലാത്തവർ സ്റ്റെൻസിലൊക്കെ കൊണ്ടുവന്നത് നല്ലതായിരിക്കും. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ പിന്നെന്താ വേണ്ടത്, ഹോൾ പെഞ്ച്, സ്റ്റാപ്ലെയർ, പിന്നെ ഫയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ഫയൽസും വാങ്ങിക്കാം, അല്ലാതെ ഫയലും വാങ്ങിക്കാം. നമ്മുടെ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനാണെങ്കിൽ മറ്റേ ഫയലായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ നമ്മുടെ ഈ എപ്പോഴും റൈറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്യാരി ചെയ്യാനാണെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ഫയലായിരിക്കും നല്ലത്. പിന്നെന്താ പിന്നെ ഞാൻ എന്തൊക്കെ ഐറ്റംസൊക്കെ ഇങ്ങനെ മൈൻഡിൽ കരുതിയായിരുന്നു കേട്ടോ, മറന്നു പോകുന്നുണ്ട്. കാർഡ്ബോർഡ് അപ്പം ഇങ്ങനെ മറന്നു പോട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കുറേ ഐറ്റംസ് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അവനോട് ഞാൻ ചോദിക്കാനോട് എന്താണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ കാർഡ്ബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ ക്ലിനിക്കൽ സൈഡിൽ പോകുന്ന സമയത്ത് നമുക്ക് വെച്ച് എഴുതാനുള്ള ബെഞ്ചോ ഡെസ്കോ ടേബിളോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കത്തില്ല. ആ ടൈമിൽ നമ്മൾ ഈ കാർഡ്ബോർഡിൽ വെച്ചിട്ടായിരിക്കണം പേഷ്യൻ്റെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് ആവശ്യമായിട്ട് വരും. പിന്നെ വാച്ച് നമുക്ക് അതേപോലെ തന്നെ ക്ലിനിക്കൽ സൈഡിൽ പോകുമ്പോൾ നമുക്ക് സ്മാർട്ട് വാച്ച് കാര്യങ്ങളൊന്നും അലൗഡ് ആയിരിക്കത്തില്ല, ഫോൺ അലൗഡ് ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ റെസ്പിറേഷനും പൾസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാച്ച് മസ്റ്റാണ്. സോ മറ്റേ വാച്ച് കരുതുക. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഗേൾസിനെ മസ്റ്റായിട്ട് കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുട്ടപ്പ് ക്ലിപ്പ് ഉണ്ടല്ലോ, അത് കൊണ്ടുപോകാം. നമ്മുടെ ഹെയർ ഉടുത്തായിരിക്കും പോലും ഇങ്ങനെയൊന്നും ഇടാൻ അവർ സമ്മതിക്കത്തില്ല. നല്ലതായിട്ട് ഫിക്സ് ചെയ്ത് ഹെയർ ചെയ്യണം. അപ്പോൾ പുട്ടപ്പ് ക്ലിപ്പ് കൊണ്ടുപോവുക. പിന്നെ നമുക്ക് സ്റ്റഡ് മോസ്റ്റ്ലി കോളേജസിൽ ഒക്കെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പേളിൻ്റെ സ്റ്റഡ് ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ആയിരിക്കും പറയുന്നത്. ഞങ്ങളുടെ കോളേജിലിപ്പം ഇത്തരം വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതാണ് ഇടുന്നത്. ഞാൻ ഇപ്പം വന്നപ്പോൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് ഞാൻ പേളിൻ്റെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ആയിരിക്കും ഞാൻ കൂടുതലായിട്ടും പേളിൻ്റെ ആ ഒരു സ്റ്റഡായിരിക്കും വാങ്ങിച്ചിടുന്നത്. ഇതിപ്പോൾ ഇട്ടതാ കേട്ടോ. ഇനിയിപ്പോൾ ഇതെന്തെങ്കിലും പറയുമെന്ന് അറിയത്തില്ല, പറയുവാണെങ്കിൽ ഞാൻ ഊരും. അപ്പം സ്റ്റഡ് മെയിനായിട്ടും അപ്പം അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ ചില കോളേജസിൽ നമ്മുടെ ഈ സ്റ്റെത്ത് മെഷർമെൻറ്റ് ടേപ്പ് കാര്യങ്ങളൊക്കെ ചില കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. സോ അതെനിക്കറിയില്ല, അത് നമ്മൾ തിരക്കിയിട്ട് നിങ്ങളുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുമെങ്കിൽ പിന്നെ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഷർമെൻറ്റ് ടേപ്പ്, സ്റ്റെത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക. പിന്നെ ഷൂസും ചില കോളേജിൽ നിന്ന് യൂണിഫോമിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും, ചില കോളേജിൽ നിന്ന് യൂണിഫോം മാത്രമേ തരത്തുള്ളൂ. ഷൂ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം, ഷോക്സൊക്കെ. അപ്പോൾ അത് വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, ഞങ്ങൾക്കിപ്പോൾ വൈറ്റ് ആട്ടോ. അപ്പം ഞങ്ങൾക്ക് കോളേജിൽ നിന്നല്ലായിരുന്നു, എനിക്ക് കോളേജിൽ നിന്ന് യൂണിഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങളായിട്ടാണ് ഷൂ ഒക്കെ വാങ്ങിക്കേണ്ടത്. അപ്പം ചില കോളേജിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അപ്പോൾ അത് അന്വേഷിച്ചിട്ട് അത് വാങ്ങിക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അറിയാവുന്നവരൊക്കെ കമൻറ്റ് ഇടുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് നഴ്സിങ്ങിന് പോകുന്ന ടൈമിൽ എനിക്ക് എന്തൊക്കെ കൊണ്ടുപോകണമെന്നൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് ആകെ ബുക്ക് ബേനാസാൻ അങ്ങനെ നമ്മളെ സ്കൂൾ ലൈഫിൽ നിന്ന് പെടുന്ന കോളേജ് ലൈഫിലോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ലല്ലോ. സോ ഞാനങ്ങനെ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.